ധർമ്മസ്ഥലയിലെ നിഗൂഢതയിലേക്ക് 24 അന്വേഷണ പരമ്പര തുടരുന്നു. സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ. നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിൽ തെളിവെടുപ്പുമായി പ്രത്യേക അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളിയുമായി ധർമ്മസ്ഥലയിൽ ഇന്ന് എത്തിയിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത്. സ്നാനഘട്ടത്തിലും പരിസര പ്രദേശങ്ങളിലുമായി 5 ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട 14 ഇടങ്ങൾ ഈ സാക്ഷി ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് SIT സംഘം ധർമ്മസ്ഥലയിലെത്തിയത്. നേത്രാവതി സ്നാനഘട്ടത്തിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യ ദിവസത്തെ തെളിവെടുപ്പ്. ഫോറൻസിക്, റവന്യൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് തെളിവെടുപ്പിനായി എത്തിയത്. 5 ഇടങ്ങളിലായി നടന്ന തെളിവെടുപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് മൊഴി നൽകിയ 14 സ്ഥലങ്ങൾ ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുത്തു. ഇതിൽ പലയിടങ്ങളിലും ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് തൊഴിലാളി പറയുന്നത്. മുൻപിവിടെ ജോലി ചെയ്യുമ്പോൾ സാക്ഷി താമസിച്ചിരുന്ന മുറിക്ക് സമീപമാണ് ഈ സ്പോട്ടുകൾ അധികവും. പലതും റോഡിന് തൊട്ടരികിൽ. ഒരു സ്പോട്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് SITയുടെ നീക്കങ്ങൾ. ഇന്നലെ രാത്രിയും ഇന്നും ചേർന്ന യോഗങ്ങളിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. നാളെയും തെളിവെടുപ്പ് തുടരുമെന്നാണ് സൂചന. തെളിവെടുപ്പ് കഴിഞ്ഞ ഇടങ്ങളിലൊക്കെയും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് പിന്നാലെയാകും മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിക്കുക. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24. ധർമ്മസ്ഥലയിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിയുമായി സ്പോട്ട് മാപ്പിംഗ് നാളെയും തുടരുമെന്നാണ് ഞങ്ങളുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നത്. ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രൈം ടൈമിലേക്ക് സ്വാഗതം റഹീസ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്പോട്ട് മാപ്പിംഗ്, ഇന്ന് നടന്ന സ്പോട്ട് മാപ്പിംഗ് ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം തലയോട്ടിയുടെ ഒരു പരിശോധന മാത്രമാകും ഇന്ന് ഉണ്ടാവുക. അത് കണ്ടെടുത്ത സ്ഥലത്തൊരു പരിശോധന എന്ന് കരുതിയിരുന്നെങ്കിൽ ഇന്ന് രാവിലെ SITയുടെ യോഗം ചേർന്നതിനു ശേഷം ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പൂർണ്ണമായും അത് സ്വീകരിച്ച് മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് കണ്ടത്. 12:50 തുടങ്ങിയ തെളിവെടുപ്പ് 5 സ്ഥലങ്ങളിലായി വൈകിട്ട് 6 മണി വരെ നീണ്ടു നിന്നു. അങ്ങനെ 5 സ്ഥലങ്ങളിൽ നടത്തിയ ആ ഒരു തെളിവെടുപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സ്പോട്ട് മാപ്പിങ്ങിൽ 14 ഇടങ്ങളാണ് ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുത്തത്. 14 ഇടങ്ങൾ, അതായത് മൃതദേഹം കുഴിച്ചിട്ടു എന്ന് അദ്ദേഹം പറയുന്ന 14 ഇടങ്ങൾ കൃത്യമായി കാട്ടിക്കൊടുത്തു. പോലീസ് അത് മാർക്ക് ചെയ്തിട്ടുമുണ്ട്. ആ മാർക്ക് ചെയ്ത ഓരോ ഇടത്തും ഇപ്പോൾ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ ആ സുരക്ഷ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ഇനി നാളെയും 2-3 സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഈ സ്പോട്ട് മാപ്പിംഗ് നടത്തിയ 5 ഇടങ്ങളോ ഈ സ്നാനഘട്ടത്തിന്, നേത്രാവതി സ്നാനഘട്ടത്തിന് അടുത്തായിട്ടാണ് ഈ 5 ഇടങ്ങളുള്ളത്. ഈ നേത്രാവതി സ്നാനഘട്ടത്തിന് അടുത്തുള്ള ആ ഒരു ഓഫീസ് മുറിയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്ന 14 വർഷക്കാലം ഇയാൾ താമസിച്ചിരുന്നത്. അപ്പോൾ അതിന് സമീപത്തായിട്ടാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ച് തന്നെയാണ് അയാൾ ഇപ്പോൾ സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തിട്ടുമുള്ളത്. ഇനി നടക്കാൻ പോകുന്നത് നാളെ ഈ 3 സ്ഥലങ്ങൾ കൂടി പരിശോധന നടത്തും. അവിടെയും സ്പോട്ട് മാപ്പിംഗ് ഉണ്ടാകും. ഇതുപോലെ കൃത്യമായിട്ടുള്ള ഡേറ്റ പോലീസ് ശേഖരിക്കും. അതിന് കാവലായിട്ട് ആളുകളെ നിർത്തും. അതിന് പിന്നാലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എക്സ്കവേഷനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരുപക്ഷേ ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തെളിവെടുപ്പ് നടത്തിയിടങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് DGPയോട് ബ്രീഫ് ചെയ്യുകയും അതിനുശേഷം അവിടെ കുഴിച്ചു പരിശോധിക്കാൻ തീരുമാനമെടുത്താൽ നാളെ തന്നെ ഒരുപക്ഷെ കുഴിച്ചു പരിശോധന ഉണ്ടാകും എന്നുള്ളത് കൂടി വ്യക്തമാകുന്നുണ്ട്. ഞെട്ടിക്കുന്ന വസ്തുത, റോഡിൽ നിന്നും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് അദ്ദേഹം ഈ കാട്ടിക്കൊടുക്കുന്ന ഓരോ സ്ഥലവും ഉള്ളത്. നേരെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കയ്യകലത്തിൽ മാത്രമുള്ള തരത്തിലാണ് ഓരോ സ്ഥലത്തും ഈ ഒരു സ്ഥലങ്ങൾ അദ്ദേഹം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന സ്പോട്ടുകൾ കൂടി
കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ 14 മൃതദേഹങ്ങൾ എന്നതിനപ്പുറം 14 സ്പോട്ടുകൾ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ 14 സ്പോട്ടുകളിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഒരു 13-കാരിയെ നേരത്തെ അദ്ദേഹം കുഴിച്ചിട്ടിരുന്നു എന്ന് പറയുന്നു. ആ സ്ഥലത്തേക്കാണ് നാളെ പ്രധാനമായിട്ടും പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അത് വലിയ തോതിൽ പോലീസ് ഇപ്പോൾ കണക്കിലെടുക്കുന്നുണ്ട്. അതിൽ വസ്തുതകളുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ട്, അസ്ഥികൂടങ്ങൾ മണ്ണിനടിയിലുണ്ട്, തലയോട്ടികൾ മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് പോലീസിന് കൂടി SIT സംഘത്തിന് കൂടി വ്യക്തമായിരിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും മാത്രമല്ല ഇന്നൊരു ഡ്രോൺ പരിശോധന നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡിജിറ്റൽ എല്ലാം ഈ നടത്തിയ പരിശോധനകളെല്ലാം ഡിജിറ്റൽ എവിഡൻസുകളാക്കി അപ്പോൾ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രീതി കൂടി അവലംബിച്ചാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ അർത്ഥത്തിൽ ഫോറൻസിക് സംഘം ഒപ്പമുണ്ടായിരുന്നു, ഫോറസ്റ്റ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊപ്പം ഉണ്ടായിരുന്നു, റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ സംഘമായിട്ടാണ് SIT സംഘം എത്തിയിട്ടുള്ളത്. നാളെ കുറച്ചുകൂടി സുരക്ഷ കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇയാൾ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വലുതായിട്ട് എത്തുന്നുണ്ട്, ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ സുരക്ഷ കുറച്ചുകൂടി കൂട്ടാനായിട്ടും തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഒരാൾ ഒരു കനവിൽ വന്ന് പറഞ്ഞ കാര്യമല്ല, വെറുതെ ഒരു ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ പറഞ്ഞ കാര്യമല്ല, മറിച്ച് എന്തൊക്കെയോ വസ്തുതകളുണ്ട് എന്ന് SITക്ക് കൂടി മനസ്സിലായിരിക്കുകയാണ്. SKN.